ഹലോ everybody, once again welcome to ശുഷ്കാന്തി ടോക്ക്. ശുഷ്കാന്തി ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പറയുക, കുറെ ദിവസമായി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരുപാട് ടോപ്പിക് കണ്ടന്റുകളൊക്കെ ഉണ്ട്. ബട്ട് നോ വൺ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഹിയർ ആൻഡ് നോ വൺ നോട്ട് ഇൻട്രസ്റ്റഡ് ടു വാച്ച് വാട്ട് ഐ എം സേയിങ്. ചില സമയത്ത് ചില വീഡിയോസുകളിൽ പറയുന്ന 100% അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കേൾക്കാനോ തയ്യാറുണ്ടാവില്ല. ഇപ്പോഴാണ് ചെറിയൊരു കോൺട്രവേഴ്ഷ്യൽ മാറ്റർ. കാരണം നിങ്ങൾക്കറിയാം, നമ്മളെ മലപ്പുറം ജില്ല ഏകദേശം ഗൂഡല്ലൂർ ഇറക്കിറങ്ങി വൈക്കടവ് ചുരം തൊട്ടിട്ട് പൊന്നാനിയുടെ അങ്ങേ അറ്റം വരേക്ക് നമ്മളെ മലപ്പുറം ജില്ല വ്യാപിച്ചു കിടക്കുന്നു. മോർ ദാൻ 45 lakhs പീപ്പിൾ ലിവ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട്. ഏകദേശം 40, ഞാൻ 10 ചുട്ടുകൂടി കേട്ടാ, അതുകൂടി കൊടുത്തുകൂടെ നടക്കണല്ലോ. ഏകദേശം 45 ലക്ഷം ആളുകൾ മലപ്പുറം ജില്ലയിൽ മാത്രം വസിക്കുന്നു. ഇത് ഏകദേശം മണിപ്പൂർ, മേഘാലയ, മിസോറാം എന്ന സംസ്ഥാനത്തിന്റെ ടോട്ടൽ ക്രൗഡിനോട് ഏകദേശം സമമാണ്. മലപ്പുറത്തിന്റെ ജനസംഖ്യ 45 ലക്ഷം എന്ന് പറയുന്നത് മിസോറാം, മേഘാലയ, മണിപ്പൂർ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ 10-12 ലക്ഷം ആളുകൾക്ക് ഒരു കളക്ടറേറ്റ് സംവിധാനം ഉണ്ടാകുമ്പോൾ 45 ലക്ഷം ആളുകൾക്കാണ് ഒരു കളക്ടറേറ്റ് സംവിധാനങ്ങളും അതുപോലത്തെ അവിടുത്തെ പോലീസ് സംവിധാനങ്ങളും. അങ്ങനെ നോക്കുകയാണെങ്കിൽ പൂർണ്ണമായും മലപ്പുറക്കാരനായ വേങ്ങരക്കാരനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ല വിഭജിക്കുക എന്നത് നമ്മൾ മലപ്പുറക്കാരൻ എന്ന് പറയുന്ന അഭിമാനത്തോട് നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വിഭജിച്ചു കൊടുക്കുക എന്ന ബുദ്ധിമുട്ടാണ്. അറ്റ് ദ സെയിം ടൈം ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി, പോലീസ് സംവിധാനങ്ങൾക്ക് വേണ്ടി, കളക്ടറേറ്റ് സംവിധാനങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും വെച്ച് നോക്കുമ്പോൾ മലപ്പുറം ജില്ല വിഭജിക്കണോ വിഭജിക്കണ്ടയോ 100% നിങ്ങളുടെ കമന്റുകൾ എൻ്റെ വീഡിയോസിന്റെ ചുവട്ടിൽ വരട്ടെ. അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. എന്നീ വിഷയങ്ങൾ, കൂടുതൽ വിഷയങ്ങളുമായിട്ട് ഞാൻ നാട്ടുകാരുടെ ഇടയിലേക്ക്, നിങ്ങളുടെ ഇടയിലേക്ക് തന്നെ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ ഈ വിഷയത്തിനെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ, മലപ്പുറം ജില്ലയുടെ വികസനം എങ്ങനെ പൂർണ്ണതോതിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിന്റെ ഭരണ സംവിധാനങ്ങളിലേക്ക് എങ്ങനെ വരാം എന്ന് നമുക്ക് കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്റെ 10 കഴിയുകയാണ്. അതിനു മുമ്പ് ഈ 10 മറിച്ചിട്ടിട്ട് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരേക്കും ഇറ്റ്സ് യുവർ ഓൺ ഷാജാൻ ഫ്രം ശുഷ്കാന്തി ടോക്ക്. ബൈ ബൈ.